ചേട്ടാ ഈ നെയ്മോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഉണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എന്താണ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നെയ്മോളജി എന്ന് പറയുന്നത് ഒരു പേരിൻ്റെ സങ്കലനമാണ്, ഒരു സന്തുലനമാണ്. ഒരു പേര് എങ്ങനെ എഴുതുന്നു, എങ്ങനെ ഉച്ചരിക്കുന്നു എന്നതിൽ കൂടി അതിൻ്റെ ആന്തരികാർത്ഥങ്ങൾ കണ്ടെത്തി അതിന് ദോഷങ്ങൾ ഉള്ള വശങ്ങൾ മൊത്തം മാറ്റി വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അക്ഷാംശത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കി കപാലീ ഗണത്തിൽപ്പെട്ട സംഖ്യകൾ ഒഴിവാക്കി അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതാണ് നെയ്മോളജി അഥവാ നാമശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖ. ന്യൂമറോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രശാഖയുണ്ട്, അത് സംഖ്യാശാസ്ത്രം മാത്രമാണ്. അതിൽ പേരിൻ്റെ അപഹാരങ്ങളൊന്നും നോക്കുന്നില്ല. ഇതാണ് ന്യൂമറോളജിയും നെയ്മോളജിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മുടെ ഇതിൽ ഈ നെയ്മോളജിയിൽ ഒരാളുടെ ഭാവി, വർത്തമാനം, ഭൂതകാലം ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കേരളത്തിൽ നെയ്മോളജി തുടങ്ങിയത് കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ്. കേരളത്തിൽ വി.പി. നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. വി.പി. നായർ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും വി.പി. നായർ ആരാണെന്ന് അറിയില്ല. ഓക്കെ, പണ്ട് വി.പി. നായരുടെ മക്കൾ എന്ന് പറഞ്ഞാലാണ് ചില ആളുകളെയൊക്കെ അറിയാവുന്നത്. ഇപ്പോൾ ആ മക്കളുടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. വി.പി. നായർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പ്രശസ്ത നാടകാചാര്യനായിരുന്നു, അദ്ദേഹം അറിയപ്പെടുന്ന മറ്റേ നടനായിരുന്നു, പലതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരുകൾ, മൂത്ത മകളുടെ പേര് ശ്രീകലാ മനോരഞ്ജിനി എന്നാണ് കൊടുത്തത്. ആ ശ്രീകലാ മനോരഞ്ജനിയാണ് കലാരഞ്ജിനി എന്ന പേരിൽ മലയാള സിനിമാ രംഗത്ത് പ്രശസ്തയായത്. പിന്നെ രണ്ടാമത്തെ മകളുടെ പേര് കൊടുത്തത് കൽപ്പന പ്രിയദർശിനി എന്ന് പറയുന്ന നടിയാണ്. ഈ കൽപ്പന പ്രിയദർശിനിയാണ് സിനിമാ നടി കൽപ്പനയായിട്ട് മാറിയത്. പ്രിയദർശിനി എന്നുള്ള പേര് വളരെ ദോഷമുള്ള ഒന്നാണ്. അതായത് ഇന്ദിര പ്രിയദർശിനി നമ്മളുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ പ്രിയദർശിനി എന്നുള്ള പേരിൽ ലാസ്റ്റ് NI എന്ന് പറയുന്ന അക്ഷരമുണ്ട്. NI = NIL നിൽ തന്നെയാണ്, ദോഷമാണ്. അതെ. മൂന്നാമത്തെ മകളുടെ പേര് കവിത എന്നായിരുന്നു. ചെന്നൈ താജ് കൊറോമണ്ടൽ ഹോട്ടലിൽ മുന്താണെ മുടിച്ച് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒരു നർത്തകിയുടെ വേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നർത്തകിയുടെ വേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിയുടെ പേര് കവിത എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിക്കുന്ന പേര് എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റേ ദേവനർത്തകിയായ ഉർവശിയുടെ വേഷമാണ് അവർ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദേവീഭക്തനായ ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ ലൈറ്റ് ബോയ് വന്നിട്ട് പറയുകയാണ്, അവിടെ താജ് കൊറോമണ്ടൽ ഹോട്ടലിൽ ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്ന് പറയുന്ന 4 റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ബോയ് വന്നിട്ട് പറഞ്ഞു, ഉർവശി റെഡിങ്ക സാർ എന്ന് പറഞ്ഞു. ഉർവശി അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ പേര് ഉർവശി എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ കവിത എന്ന് പറയുന്ന മൂന്നാമത്തെ ലേഡിക്ക് ഉർവശി, പൊടിമോൾ എന്ന് വിളിക്കുന്ന ചവറയിലെ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ ഓപ്പോസിറ്റ് വീടുള്ള ശങ്കരമംഗലത്തുള്ള ഈ കുട്ടിക്ക് ഉർവശി എന്ന പേര് വന്നത്. മകൻ്റെ പേര് കമൽ റോയ് എന്നും കബീർ പ്രിൻസ് എന്നും 2 പേരുകൾ വന്നു. അപ്പോൾ അത് ജാതി തിരിച്ചറിയാതിരിക്കാൻ ഇട്ട പേരുകളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ഈ പേരുകൾക്കൊക്കെ ജാതിയൊക്കെ തിരിച്ചറിയും, എന്തോ ആവട്ടെ. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിൽ പേരിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി, വി.പി. നായർ. വി.പി. നായരുടെ മക്കളാണ് ഇവരൊക്കെ. പക്ഷേ ഇന്ന് ഉർവശിയുടെ അച്ഛനാണ് വി.പി. നായർ എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ അറിയാം, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ആ സിനിമാ നടി എന്നുള്ള പേരിലുള്ള പ്രശസ്തി വന്നതുകൊണ്ടാണ് അത്. രണ്ടാമത്തെ ആൾ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ കുഞ്ചാക്കോ മുതലാളിയുടെ ഉദയ സ്റ്റുഡിയോയിൽ വന്ന് അതിൻ്റെ ഒരു സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് കുഞ്ചാക്കോ എന്ന് പറയുന്ന പേര്, പിന്നെ ബോബൻ, പിന്നെ വീണ്ടും കുഞ്ചാക്കോ, ബോബൻ, ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമുദായത്തിലല്ല ആ ഒരു ഇതിൽ അങ്ങനെ ആ പേരുകൾ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമാ നടൻ ഇന്നസെൻറ്റിൻ്റെ മകൻ്റെ പേര് ജൂനിയർ ഇന്നസെൻ്റ് എന്നാണ്. ആ പേര് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ 3 പേരുടെ മക്കൾ വി.പി. നായർ പേര് പുള്ളി നെയ്മോളജിയൊക്കെ നോക്കി ഇട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട് പേര്. അങ്ങനെയാണെങ്കിൽ പ്രിൻസ് എന്നുള്ള പേരിട്ടു. ആ പയ്യന് ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. അതെ, അതെന്തുകൊണ്ടാണ്? അത് ദാരുണമായിട്ടുള്ള അന്ത്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ കർമ്മങ്ങളുടെ ഇത്, പിന്നെ ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊക്കെ വെച്ചിട്ടൊന്ന് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അവസാനിച്ച് പോകുന്ന അവസ്ഥയായിരിക്കും. കാരണം അത് തന്നെ അതിനൊരു ഉത്തമ 4 വരികളാണ് ഭക്തകവി പൂന്താനം പറഞ്ഞിട്ടുണ്ട്. വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ 3 പെൺകുട്ടിയുടെ പേര് പുള്ളിക്കാരൻ മാറ്റി നല്ല രീതിയിൽ നല്ല പേരിട്ട് പുള്ളിക്ക് അവർക്ക് 3 പേർക്ക് ഭാവി ഉണ്ടായി. എന്നാൽ ഈ പ്രിൻസ് എന്ന പേരിന് ഭാവി ഉണ്ടായില്ല പുള്ളിക്കാരൻ. അപ്പോൾ ശരിക്കും അത് പുള്ളിയുടെ ജന്മ ഇതല്ലേ? കബീർ പ്രിൻസ് എന്നാണ്. കബീർ പ്രിൻസ് എന്ന് പറയുമ്പോൾ ER എന്ന് പറയുന്ന ലെറ്റർ അതിലുണ്ട്.
ER ER ശരി, ആ പ്രിൻസ് എന്നുള്ള പേര് അല്ലെ കബീർ പ്രിൻസ് എന്നുള്ള പേര് നെയ്മോളജി വെച്ചിട്ട് എങ്ങനെ മാറ്റിയ പുള്ളിക്ക് ജീവൻ നിലനിർത്താൻ പറ്റുമായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അങ്ങനെ ജീവൻ കൊടുക്കാനുള്ള സംഭവങ്ങളൊന്നും, ചെപ്പടി വിദ്യ ഒന്നും നെയ്മോളജിയിലില്ല. അപ്പോൾ പിന്നെ നെയ്മോളജി ഒരു ദോഷങ്ങൾ മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ കാരണം മാർക്കണ്ഡേയൻ മരിച്ചിട്ടില്ല എന്നും ആഞ്ജനേയ സ്വാമി ഹനുമാൻ സ്വാമി മരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെ മരിക്കാത്തതുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ, അതായത് ഭൂമിയുടെ ഭാരം ഒഴിക്കാൻ ഓരോ സമയത്ത് ഓരോരുത്തരെ കൊണ്ടുപോയിക്കോളും കാലം. അതാണ് അവസ്ഥ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമാണെന്ന് മാത്രം. അതാണ് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലർ, കണ്ടാലും തിരിയാ ചിലർക്കും ഏതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുൻപേ കണ്ടിട്ടറിയുന്നത് ചിലർ എന്നുള്ള രീതിയിൽ. ഒരാളുടെ പേര് ഇപ്പോൾ എൻ്റെ പേര് പ്രേംകുമാർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റി ഞാൻ അടുത്ത് പ്രേം പത്മനാണ് വെച്ചിരിക്കുന്നതെങ്കിൽ, ഇനി പേര് മാറ്റിക്കഴിഞ്ഞാൽ ഈ നെയ്മോളജി പേര് മാറ്റിയാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറാൻ സാധിക്കുമോ? സാധിക്കാം. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ആ ദോഷങ്ങൾ മാറിപ്പോകും. സാധാരണ ഇതിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. ആ ദോഷങ്ങൾ കാരണം ഒരു മരണം മാറ്റി നിർത്താം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ മരണത്തിൻ്റേതായിട്ടുള്ള കുറേ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും. ആ ദോഷങ്ങൾ, ആ ലെറ്റേഴ്സിൻ്റെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും. DHI എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ നിഷേധ കമ്പനങ്ങൾ മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, DHI എന്ന് പറയുന്ന അക്ഷരം വളരെ ദോഷമാണ്. ഡെത്ത് ഇൻ ഹൈ എന്നുള്ള അർത്ഥമാണ്. ഗാന്ധ എന്ന് പറയുന്ന സുന്ദരമായ വാക്കാണ് ഗാന്ധി എന്നാക്കിയത് സ്റ്റൈലിന് വേണ്ടി. അതോടെ ആ വംശത്തിന് ഒരുപാട് ഇടിവുകൾ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പഠിക്കും. ഇത്രയും ഒരു മാറ്റം ഈ ഒരു നെയ്മോളജി എന്ന ശാസ്ത്രശാഖ ഉണ്ടാവുമെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഇതിലോട്ട് വരുന്നില്ല? അതിൽ കാരണം എന്ന് വെച്ചാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇത് വ്യാപകമല്ല. കാരണം ആളുകൾക്ക് അതിൽ താല്പര്യമില്ല. കാരണം അത് ആദ്യമായിട്ട് കേൾക്കുന്നു എന്നുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. മുഗൾ ഭരണകാലത്താണ് സലീം രാജകുമാരൻ ജഹാംഗീർ ചക്രവർത്തിയായത്. അല്ലാണ്ട് ഇന്നലെ മിനിഞ്ഞൊന്നും അല്ല. അന്നേ മുതൽ നെയ്മോളജിയൊക്കെ ഉണ്ട്. വിവരമുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു. സലീം രാജകുമാരൻ ജഹാംഗീർ ചക്രവർത്തിയായി. നല്ല പേരുകൾ അന്നേ മുതൽ കൊടുത്തിരുന്നു. അതിപ്പോൾ എല്ലാ സമുദായത്തിനും കൊടുത്തിരുന്നു. ഒരാളുടെ ജനനത്തീയതി കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ നെയ്മോളജി ജനനത്തീയതി അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, സ്റ്റാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പഴയ തറവാട്ട് പേരുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ മൂലബന്ധങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നല്ല ലെറ്റേഴ്സ് എടുത്തിട്ട് കൊടുത്താൽ അതിന് ദോഷങ്ങൾ മാറിയിരിക്കും. അതങ്ങനെ തന്നെയാണ് നെയ്മോളജിയിൽ ചെയ്യുക. ന്യൂമറോളജിയിൽ ആ ദോഷങ്ങളൊന്നും മാറ്റുന്നില്ല. സംഖ്യകളുടെ അപഹാരങ്ങൾ പോലും നോക്കുന്നില്ല. എന്ന് വെച്ച് അവർ ചെയ്യുന്നത് തെറ്റാന്നല്ല പറയുന്നത്. അവർ അതായത് ആർക്കും മനസ്സിലാവാത്ത ചില പേരുകൾ, ഒരു പേര് വളരെ ഷോർട്ടായിരിക്കണം, പെട്ടെന്ന് പറയാൻ പറ്റുന്നതായിരിക്കണം. അതായത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു കാതിന് ഇമ്പമുള്ള പേരായിരിക്കണം. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് പേരിന്. അല്ലാതെ ചില ആളുകളൊക്കെ ഇങ്ങനെ ഒരുപാട് നീളമുള്ള പേരുകൾ ഇങ്ങനെ പറയും. ആ നീളമുള്ള പേരുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വളരെ ഷോർട്ടായിരിക്കണം. 2 പേര് കൂടിയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പേര് എക്സാമ്പിൾ, ഈ രാധയും കൃഷ്ണനും എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു 2 പേരാണ്, ഒരു പേരല്ല. അപ്പോൾ അങ്ങനെ ഈ 2 പേരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ശരി. അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പേര് ഒരു 2 എക്സാമ്പിൾ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞില്ല. ഇപ്പോൾ ചില പേരുകൾ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തതല്ല, ആ പേരിൻ്റെ ദോഷങ്ങൾ കൊണ്ടാണ്. ആരാധ്യ എന്ന് പറയുന്ന പേര് ഒരുപാട് പേർക്ക് ഇടുന്നുണ്ട്. ആരാധ്യ എന്ന് പറഞ്ഞ പേര് ദോഷമാണ്, നല്ലതല്ല. അതിൻ്റെ കുറച്ച് ചില ലെറ്റേഴ്സ് മാത്രമേ നല്ലതുള്ളൂ. ചില ലെറ്റേഴ്സ് അത് ഒന്നും കൂടി ദോഷമുള്ള പേരാണ്. അതെ, അത് നമുക്കത് കേൾക്കുമ്പോൾ അറിയാം. അതൊക്കെ മനക്കണക്കാണ്. കാരണം ഈ ചില പേരുകൾ ചില മാതാപിതാക്കൾ കുട്ടികൾക്ക് ഇടുമ്പോൾ ആ കുട്ടികളോട് വല്ല പൂർവ്വവൈരാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ആ കുട്ടികൾ നശിച്ചു പോകണമെന്ന് വെച്ചിട്ട് ഇടുന്ന പേരുകളാണ് അതൊക്കെ. ആദ്യം എന്നുള്ളതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന പേരുകളാണ് അതൊക്കെ. ആദിത്യനാക്കിയാലും ഒരുപാട് ബൈഫർക്കേറ്റിംഗ്, ഒരുപാട് സംഭവം, അതായത് വളരെ ദോഷമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചെന്നികുത്ത് എന്ന് പറയുന്ന അസുഖം എത്രയും പെട്ടെന്ന് വന്നിട്ട് ഈ ചിന്തകളൊക്കെ തിരിഞ്ഞു പോയിട്ട് ചേട്ടൻ അത് ആത്മഹത്യയിലൊക്കെ അവസാനിക്കുന്ന പേരുകളൊക്കെ ആയിട്ട് വരുന്നത് ദോഷമാണത്. ഈ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന പേരുകളൊക്കെ അത് നല്ലതല്ല. അപ്പം ദേവൻ, ദേവി എന്നൊക്കെ പേരിടുന്നുണ്ട്. ആ പേരൊന്നും നല്ലതല്ല. അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിലുള്ള ജനനസമയത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടു പോകും. എനിക്കൊണ്ട് ജനനസമയം കൊണ്ട് ഏകദേശം ദോഷങ്ങൾ ജനനസമയം കൊണ്ട് ദോഷങ്ങൾ മാറും. പക്ഷേ നല്ല ജനനസമയമായിരിക്കണം. ഇപ്പോൾ രാവിലെ 1 മുതൽ 2 വരെ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ 3 അക്ഷരം ഒന്നുകിൽ IAS അല്ലെങ്കിൽ IPS ഒക്കെ എഴുതി വയ്ക്കാൻ പറ്റും. ആ വ്യക്തി, അങ്ങനെ ജനിച്ച വ്യക്തി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം തൊട്ടടുത്ത വീടുകളിലൊക്കെ പത്രം ഇടാനായിട്ട് പോകുന്നത്. രാവിലെ പത്രം ഇടാൻ പോകുന്ന ആളുകളെ ശ്രദ്ധിച്ച് നോക്കി അറിയാം. ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ അതായത് എന്തായാലും അവനൊരു 3:30 ആകുമ്പോൾ എഴുന്നേൽക്കും. 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പത്രം ഇടാനായിട്ട് പോകും. പത്രം ഇടാനായിട്ട് പോയി ആ സമയത്ത് എഴുന്നേറ്റ് സൈക്കിൾ ചവിട്ടുന്നതും അല്ലെങ്കിൽ നടക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കുറേ ദോഷങ്ങളും കൂടെ ഒഴിഞ്ഞു പോകും.
ആ പ്രഭാതത്തിലെ സൂര്യൻ്റെ രശ്മികൾ പ്രഭാതത്തിലുണ്ട്. അത് കേൾക്കുമ്പോൾ വിറ്റാമിൻ ഡിയുടെ ആ ഒരു പ്രാധാന്യമൊക്കെ നമ്മുടെ ശരീരത്തിൽ വരും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ കൂടുതൽ നോളജ് ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ ആളുകളൊക്കെ ചിലപ്പോൾ ഈ ഏതെങ്കിലും ആലിൻ്റെ അടുത്തൊക്കെ, അതായത് ആല് ഒരു വലിയൊരു വടവൃക്ഷമാണല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി അത് ഇടയ്ക്കൊക്കെ ഇരിക്കുന്നത് കാണാം ഈ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ബുദ്ധി വികാസത്തിന് പ്രാധാന്യം ഉണ്ടായി, അവർക്ക് കൂടുതൽ നോളജുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പേര് കൊണ്ട് കുറേ പേർക്ക് ചീത്തപ്പേരുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ചീത്തപ്പേര് വന്നു. AK നീലോ നമ്മുടെ KSRTC മിനിസ്റ്ററായിരുന്നു നീല ലോഹിതാസൻ നടന്നു. നളിനി നെറ്റോയുടെ വഴി വന്നു. AK ശശീന്ദ്രൻ ഒരു ഹണി ട്രാപ്പിൽ പെട്ടു. ഇതൊക്കെ പേരിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, കാരണം എന്ന് വെച്ചാൽ അത് ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് അദ്ദേഹം OOMMEN എന്നുള്ളതായിരുന്നു. OO എന്ന് പറയുന്ന ലെറ്റേഴ്സ് ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. ഒരു കാലഘട്ടത്തിന് ശേഷം കരിയർ ഗ്രാഫിൽ വരുന്ന അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് OO എന്ന് പറയുന്ന ലെറ്റേഴ്സ്. അത് അത്ര നല്ലതല്ല. പിന്നെ MMEN എന്ന് പറയുന്ന ലെറ്റേഴ്സ് കുറേ ദോഷങ്ങൾ ഇല്ലാതാക്കും. ഒരുപാട് ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ് മെൻ എന്നുള്ളത്. ഈ എം കഴിഞ്ഞിട്ട് EN വരുന്നത് ഏൺ എന്നുള്ളതാണ്. EARN ഏൺ പലതും പ്രശസ്തി ദാനം കാര്യങ്ങൾ. പിന്നെ നെഗറ്റീവ് എനർജീസും ബാധിക്കുന്നൊരു സംഭവമാണ്. പിന്നെ CHAN എന്ന് പറയുന്നത് ഛാൻ എന്നുള്ളതാണ്. അത് ഖ്യാൻ എന്നുള്ളതായിട്ട് മാറും. കഴിവ്, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ഉറപ്പ്, ഈ 4 കാര്യങ്ങൾ അവിടെ വരും. അതായത് ജാക്കി ചാൻ, സൽമാൻ ഖാൻ, KHAN ഖാൻ എന്നുള്ളതും CAN ഖാനായിട്ട് വരും. അത് കാരണം ഒരു പ്രൊനൗൺസേഷനിലല്ല, അതിൻ്റെ ആ ഒരു പ്രാധാന്യങ്ങൾ വരുന്നതാണ്. കഴിവ്, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ഉറപ്പ്, ഇതിങ്ങനെ വരും ഛാൻ. അപ്പോൾ പിന്നെ ND എന്ന് പറയുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവസാനിച്ചു പോകും. ND ചാണ്ടി. പിന്നെ DYയും DIയും അത്ര നല്ല ലെറ്റേഴ്സ് അല്ല. അത് തന്നെയാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് INDIA DI, അത് നല്ലതല്ല. അതാണ് കുറച്ച് കാലത്തേക്കാണെങ്കിൽ AK ശശീന്ദ്രനും കുറച്ച് പെടാപാട് പെട്ടല്ലോ. AK ശശീന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്നത് മാതിരി മറ്റുള്ളവർ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു അതായത് ഒരു നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് ആ ലെറ്റേഴ്സിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയല്ല. AK എന്ന് പറഞ്ഞാൽ അക്നോളജ്മെൻ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന മാതിരി മാതൃകയാക്കി മറ്റുള്ളവർ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് AK എന്ന് പറയുന്ന ഒരു ലെറ്ററിൻ്റെതാണ്. Aയും Kയും Sഉം അടുത്ത് നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് ശശീന്ദ്രൻ എന്ന് പറയുമ്പോൾ. പിന്നെ EN എന്ന് പറയുന്നത് SI അല്ലെങ്കിൽ ആ ശശി ഈ എസ്സിനോട് കൂടി ആയി നിൽക്കുന്നു. അപ്പോൾ എസ് എന്ന് പറയുന്നത് സർപ്പധാരിയായ കൈലാസനാഥനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ്. അതിൻ്റെ തൊട്ടടുത്ത് ആയി നിൽക്കുമ്പോൾ തലവേദനകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലെറ്റേഴ്സാണത്. ഓക്കെ. പിന്നെ END ചില കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവസാനിച്ച് പോകും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. Nഉം Dയും ആണ് ആ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, ആ ലെറ്റേഴ്സിൻ്റെ. പിന്നെ DR ഓരോ ഡ്രോപ്പായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങൾ പതുക്കെ മനസ്സിലാക്കി പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും എതിരാളികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അദ്ദേഹം വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിലും അത് എതിരാളികൾ അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കൊടുക്കുന്നില്ല. ആ സമയം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ സിനിമയുടെ പ്രശസ്തനായ സംവിധായകൻ തുടക്കം മുതൽ ഇന്നും സജീവമായി ജോഷി സാറിൻ്റെ പേര് തുടക്കത്തിൽ ഏകദേശം ജോഷി എന്നുള്ള പേര് പഴയ പേരായ JOSHY ആയപ്പോഴും JOSHIY ആയപ്പോഴും പുള്ളിയുടെ കരിയറിന് ഇതുവരെ ഒരു കോട്ടവും പറ്റിയിട്ടില്ല. പുള്ളിയുടെ വ്യക്തി ജീവിതത്തിൽ 1-2 കോട്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. അതെന്താ? പേര് മുമ്പും കുഴപ്പമില്ല, ഇപ്പോഴും കുഴപ്പമില്ല എന്നാണ്. അതായത് ജോഷി JOSHY എന്നാക്കിയപ്പോൾ അതിൻ്റെ ലെറ്റർ വന്നത് ശനീശ്വരൻ്റെ അപഹാരത്തിലാണ്. ഈ ശനീശ്വരന് ഒന്നുകിൽ ഉയർന്ന നില അല്ലെങ്കിൽ പരമദരിദ്രാവസ്ഥ, ഒരിക്കലും മധ്യമനിലയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഉയർന്നു നിൽക്കുന്ന ആ ഗ്രഹമണ്ഡലങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, ക്ലിയർ ആയില്ല. അപ്പോൾ അതിനുശേഷം JOSHIY അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ ഈ ഹൈ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, ഉയർന്ന അങ്ങനെ. അപ്പോൾ അതിൻ്റെ നാമസംഖ്യ 18ആയി. ആ 18 കഴിഞ്ഞപ്പോൾ 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വ അവിടെ വന്നു കഴിഞ്ഞാൽ ചോര കാണിക്കുന്നുള്ളതാണ്, ദോഷമാണ്. ചൊവ്വയുടെ അപഹാരത്തിലാണ് വരുന്നത്. ഇപ്പോൾ അടുത്ത വർഷം കേരളത്തിന് ഒക്കെ പ്രയാസങ്ങൾ, പല രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വർഷമായിട്ട് വരും. കാരണം ചൊവ്വയുടെ അപഹാരത്തിലുള്ള വർഷമാണ്, ചൊവ്വയുടെ അപഹാരത്തിലുള്ള വർഷവരം പലതരത്തിലും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജോഷി എന്ന് പറഞ്ഞാൽ ഈ 9 എന്ന് പറയുന്ന സംഖ്യയിലാണ് വരുന്നത്. അതത്ര നല്ലതല്ല. പക്ഷേ കരിയറിനൊരു കുഴപ്പമില്ല. അല്ല, കരിയറിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കരിയറിൽ അത് അദ്ദേഹത്തിൻ്റെ കർമ്മം അദ്ദേഹം ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിൽ ഈ ചൊവ്വ ചില കാരകനായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും, മനസമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ഈ ജാസി ഗിഫ്റ്റിൻ്റെ പേര് ഇപ്പം ചേഞ്ച് ചെയ്തതിന് മുന്നേ അയാൾ വളരെ പ്രശസ്തനായിരുന്നു. പേര് ചേഞ്ച് ചെയ്ത ശേഷം പിന്നെ പുള്ളിക്കാരൻ്റെ
സിനിമയിൽ അധികം സജീവമായിട്ട് കണ്ടിട്ടില്ല. അതായത് അത് ശനീശ്വരൻ്റെ അവതാരത്തിലാണ്. ഈ ശനീശ്വരൻ്റെ അവതാരം ആൾക്ക് പറ്റില്ല. അതായത് ഇപ്പോൾ അതിനുശേഷം എന്ത് കാര്യവും 6 കാര്യങ്ങൾ: എന്ത്, എന്തിന്, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ, എവിടെന്ന്, ഈ A to Z കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ പുള്ളി ഒരു പാട്ട് പാടാൻ പോവുള്ളൂ. ഈ പേര് അങ്ങനെ പുള്ളിയുടെ ആ ഒരു ഇതിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നു. എസിനോട് കൂടി ഐ അവിടെ വന്നു. ഐ വന്ന് സർപ്പധാരിയായ കൈലാസനാഥൻ, കൊടയുടെ കാല് പോലെ വളഞ്ഞു നിൽക്കുന്ന അക്ഷരമാണ് ജെ. അതിനോടൊപ്പം എ, അത് ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി, അതൊക്കെ നല്ല കാര്യമാണ്. ഈ ഐ, SI എന്ന് പറയുന്ന അക്ഷരങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിനെ തന്നെ മാറ്റിമറിച്ചു. അത് നെഗറ്റീവായിട്ട് മാറി. GIFT എന്ന് പറയുന്ന അർത്ഥം, അതായത് കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവർ ചെയ്തു കൊടുത്തതായിരിക്കും. അതിപ്പോൾ ആരാ ചെയ്തു കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് ഏതെങ്കിലും ന്യൂമറോളജി ആയിരിക്കും ചെയ്തു കൊടുത്തേക്കുന്നത്. ആ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ 8 ഭാഗ്യസംഖ്യയാണെന്ന് പലരും പറയും. 8 ആരുടെയും ഭാഗ്യസംഖ്യ. 4, 13, 22, 31, 8, 17, 26 ഇതൊന്നും ആരുടെയും ഭാഗ്യസംഖ്യയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം 8 ശനീശ്വരൻ്റെ ലെറ്ററാണ്. അതൊരിക്കലും ഭാഗ്യസംഖ്യ അല്ല ആരുടെയും. അപ്പോൾ അത് ഭാഗ്യസംഖ്യ എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, അതല്ലെന്ന് നമുക്കറിയാം. അത് ഒന്നിനോട് ചേർന്ന് പോകില്ല. ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു പേരുണ്ടാവുമല്ലോ, സിനിമയ്ക്ക് പേരിടുമല്ലോ, ആ സമയത്ത് നിങ്ങളെ പോലെ ആൾക്കാരെയൊക്കെ സമീപിക്കാറുണ്ടോ? അത് മലയാള സിനിമയ്ക്ക് പേരിടാനായിട്ട് 1-2 പ്രൊഡക്ഷൻ കമ്പനികൾക്കൊക്കെ ഞാൻ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ മാനദണ്ഡമായിട്ട് നോക്കുന്നത്? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ അതായത് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത സമയം. പ്രൊഡക്ഷൻ ഹൗസ് പ്രൊഡക്ഷൻ ഹൗസ് ഈ അവരുടെ സ്ഥാപനം എന്തെങ്കിലും അവർ പേര് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ സമയം, പറയുന്ന സമയം അത് നോക്കും. പിന്നെ അന്നത്തെ ദിവസം എന്താണ് അവർ പറഞ്ഞ ദിവസം, എന്നാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ദിവസത്തിൻ്റെ ഇതും പിന്നെ ആ സമയവും ഒക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുക. പിന്നെ അവരുടെ മനസ്സിലുള്ള എത്ര പേരുകളുണ്ട്, ഇതിൻ്റെയൊക്കെ അപഹാരങ്ങൾ നോക്കും. അങ്ങനെ അത് പ്രൊഡക്ഷൻ കമ്പനികൾക്കൊക്കെ ഞാൻ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഹിറ്റായ സിനിമ പറയാമോ? ജസ്റ്റ് സിനിമ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ആൾക്കാരുടെ പേരല്ലല്ലോ സിനിമ. കാരണം സിനിമയിൽ തന്നെ സിനിമയ്ക്കല്ല, പ്രൊഡക്ഷൻ കമ്പനികൾക്കാണ് പേരിട്ട് കൊടുത്തത്. പ്രൊഡക്ഷൻ കമ്പനി ഏതെങ്കിലും പറയാം? അല്ല, പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. കാരണം അവർ അത് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞങ്ങൾ ഇതിൻ്റെ പിറകെ പോയിന്ന് ആരും അറിയരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് വ്യക്തമായിട്ട് പറയുന്നത്. നമ്മൾ ചെയ്തു, നമ്മുടെ ഫീസ് വാങ്ങി, ഞാൻ പ്രൊഫഷണൽ ഫീസ് മേടിച്ചിട്ട് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ അവരെ അതിൻ്റെ വില ഇത് ചെയ്യരുതല്ലോ. കാരണം സിനിമയിൽ പണ്ട് ജ്യോത്സ്യന്മാരുണ്ട്, അവരുടെ സമയം നോക്കിയിട്ട് അതിപ്പോൾ 5-10 ജ്യോത്സ്യന്മാർ ഒരുമിച്ച് നേരത്തെ കബഡി വെച്ചിരുന്നിട്ടൊക്കെയാണല്ലോ ചെയ്യണം. ശരി, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പേരിടുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു കുട്ടിക്ക്, ഒരു കുഞ്ഞിന് പേരിടുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നല്ല പേര് നോക്കി ഇടാനായിട്ട് അവർക്ക്. എൻ്റെ അച്ഛനും എനിക്കിട്ട നല്ല പേരാണ് പ്രേംകുമാർ. പക്ഷേ ഞാൻ തിരക്ക് 1-2 ദോഷങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നേരത്തെ പേരിടുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രയും മാറ്റാൻ പറ്റുമല്ലോ. ഒഫീഷ്യൽ പേര് പ്രേംകുമാർ പി എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇതിലൊക്കെ ടൈറ്റിലൊക്കെ ഇടാൻ വേണ്ടി പ്രേം പത്മൻ എന്നാണ്. അതും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, അതായത് അതിൻ്റെ ശുക്രൻ്റെ അവഹാരത്തിലാണ്. പ്രേംകുമാർ എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ കേതുവിൻ്റെ അവഹാരത്തിലാണ്. ഈ കേതു എന്ന് പറഞ്ഞാൽ കേസ്, വഴക്ക്, ജയിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിൽ തന്നെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അത് ശുക്രൻ്റെ അവഹാരത്തിലാണ്. അതാണ് 2031 ദോഷം ഉണ്ടാവും ഞാൻ പറഞ്ഞത്. ആ ദോഷങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പെട്ടെന്നായിരിക്കും നമുക്ക് വരണേ. അത് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് വേറെ അസുഖപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഫോർസൈറ്റായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ സംഖ്യകൾ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ എൻ്റെ മകൾ ജനിക്കുകയാണെങ്കിൽ, പുതിയൊരു കുട്ടി, അടുത്തൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നല്ല പേര് നമ്മൾ കണ്ടുപിടിക്കുക. ആ നല്ല പേര്, ഈ നല്ല പേരെന്ന് പറഞ്ഞാൽ ഏത് ലെറ്ററിൽ വരുന്നത്? A to Z എടുക്കുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് A to Z എടുക്കുമ്പോൾ ഏത് ലെറ്ററിലുള്ള പേരാണ് നല്ലത് എന്ന് താങ്കൾക്ക് തോന്നുന്നു? അതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മൾ നോക്കണ്ടേ. കാരണം എന്ന് വെച്ചാൽ കാരണം ഞാനൊരു പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് 21 വർഷം കൊണ്ട് എൻ്റെ അനുഭവം. അപ്പോൾ നമ്മളൊരു നല്ല പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവരുടെ മനസ്സിലുള്ള പേര് ഇപ്പോൾ 4-5 പേരുകളെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ശരിക്കും 25 പേജ് എല്ലാ ഡീറ്റെയിൽസോടും കൂടി ഞാൻ കൊടുക്കും. 25 പേജാണ് ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ. 25 പേജ് അല്ലല്ല, പേര് 5 ഉള്ളൂ. അവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വാക്ക് പോലും കളയാനില്ലാത്ത 25 പേജിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഞാൻ അങ്ങനെ കൊടുക്കുന്ന ആളാണ്. വെറുതെ ഒരു പേപ്പർ എടുത്ത് പേര് എഴുതി കൊടുക്കുന്ന ആളല്ല. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ടാവും. ജനനത്തീയതി, ഭാഗ്യഗ്രഹം, ഭാഗ്യദേവത, നാൾ, ദൈവനാമവർഷം, നവഗ്രഹങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ജപിക്കേണ്ട മന്ത്രങ്ങളടക്കം എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ
അതായത് ഓരോന്ന് പിന്നെ അതായത് മറ്റേ നല്ല ദിവസം നല്ല ആഴ്ചകൾ കാര്യങ്ങൾ ചിലത് ജാതകത്തിലുണ്ട് ചിലത് പഞ്ചാംഗത്തിലുണ്ട്. പിന്നെ നമ്മൾ ഈ ഏത് നക്ഷത്രക്കാരായിട്ട് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏത് ദിവസങ്ങളിൽ ജനിച്ച ആൾക്കാർ ചില ആളുകളായിട്ട് അപ്പുറത്തുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ പേരിൻ്റെ സംഭവം വെച്ചിട്ട് അതിൻ്റെ സംഖ്യ കാര്യങ്ങളൊക്കെ എഴുതും. അത് എഴുതി കഴിഞ്ഞിട്ട് മൂകാംബിക ദേവിക്ക് ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ സങ്കല്പിച്ച് ചെയ്യേണ്ട ഒരേ ഒരു വഴിപാട് ഒറ്റ പ്രാവശ്യം ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് ഈ പേരിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും പലർക്കും അറിയില്ല. എൻ്റെ മെത്തേഡിൽ ചെയ്യുന്ന ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു ജനന തീയതി കിട്ടിക്കഴിഞ്ഞാൽ ആ ജനന തീയതി ഒരാൾക്ക് ഇന്ന ലെറ്ററിൽ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഇപ്പൊ എന്റെ 29 എൻ്റെ ജനന തീയതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് ലെറ്ററിലുള്ള പേരായിരിക്കും എനിക്ക് സൂട്ട് ആവുന്നത്? കുഴപ്പമില്ലാത്ത ദോഷങ്ങളില്ല. ബി 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 ബാബുന്നോ ബിനുന്നോ എന്തെങ്കിലും അത് നല്ലൊരു ഏതോ ബിയിൽ തന്നെ ആ ബിയിൽ തന്നെ ഈ അക്ഷരങ്ങൾ മാറുമ്പോൾ ഇതുണ്ടോ? ബി ആ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് അക്ഷരങ്ങൾ മാറും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെ എടുക്കുന്ന അറിയില്ല. നമ്മുടെ മൊബൈൽ നമ്പർ ഈ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നല്ല മൊബൈൽ നമ്പർ ആണെങ്കിൽ ബിസിനസ് കൂടുതൽ കിട്ടും. ആ സമയത്ത് വണ്ടി നമ്പറുണ്ട്, എല്ലാവർക്കും വണ്ടികളുണ്ട്. അപൂർവം 1-2 പേർക്കൊക്കെ ഇല്ലാത്തുള്ളൂ. ഈ വണ്ടി നമ്പർ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. വണ്ടി പെട്ടെന്ന് സെയിലായൊന്നും വരില്ല. അപ്പോൾ വണ്ടി നമ്പറിൽ ദോഷങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ആ വണ്ടി നമ്പർ നോക്കി അതിനനുസരിച്ചുള്ള ചില കളറുകൾ വളരെ ചെറിയ സ്ക്വയറായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യും. പിന്നെ ഉള്ളിൽ ഏതെങ്കിലും സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്താൽ ആ ദോഷം അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്.